നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾസ് ടെക് ട്രാവലിൽ. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ 1 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് തീരെ അറിയില്ലുണ്ടാവില്ല. നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും മുതിർന്നവർക്കൊക്കെ അറിയായിരിക്കും പുളിമുട്ടായി. അപ്പൊ ആ പുളിമുട്ടായിക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് ഇന്ന് കടകളിൽ കിട്ടുന്ന ആ ഒരു സിറപ്പ് പോലത്തെ സാധനത്തിന് ഇല്ല. ആ ഒരു ഇത് ഒന്നും പറയാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെ. അത് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അപ്പൊ അതുപോലെ പുളിമുട്ടായി വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ടേസ്റ്റ് വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് പണിപ്പുരയിലേക്ക് നേരെ വിട്ടേക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. Every single day, I'm gonna make something great. അപ്പോൾ പുളിമുട്ടായി ഉണ്ടാക്കാനായി എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടത് കറുത്ത ശർക്കര, പിന്നെ പുളി സീഡ്ലെസ് ആയിരിക്കണം, പിന്നെ കുറച്ച് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ പുളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലൊക്കെയുള്ള പുളിയാണെങ്കിൽ അതിൽ ഉപ്പിട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനാണെങ്കിൽ ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യണം, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ കറുത്ത ചണ്ടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് ഇതിന് ഏറ്റവും ബെറ്റർ. പഞ്ചസാരയും മുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം മതിയാകും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര നമ്മൾ അലിയിക്കണം. പാവ് കാച്ചുക എന്ന് പറയും. ശർക്കര അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച്, അതായത് ഒത്തിരി ലൂസായി പോകരുത്, എന്നാൽ ആദ്യമേ തീരെ ടൈറ്റ് ആവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. അടുത്തതായി ആ എടുത്തു വെച്ചേക്കുന്ന പുളി ചെറുതായി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശർക്കര ഫുള്ളായി മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ പുളി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ആഡ് ചെയ്തതിനു ശേഷം അത് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് യോജിപ്പിച്ച് ചേർക്കുക. അത് ഫുള്ള് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് വീണ്ടും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ശർക്കര ആഡ് ചെയ്തുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഷുഗർ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ടൈറ്റായി വരുന്നത് വരെ മിക്സ് ചെയ്യുക. നമുക്ക്
അത് ഒന്ന് നന്നായി ഉരുളകളായി എടുക്കാൻ കഴിയുന്ന പാകത്തിൽ എത്തുന്നവരേക്കും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതൊന്ന് നല്ല ടൈറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇറക്കി വെച്ച് അത് തണുക്കാനായി കാത്തിരിക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായി കഴിഞ്ഞു. ഞാനിതിപ്പോൾ ഇറക്കി വയ്ക്കുകയാണ്. ഇത് ഇറക്കി തണുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ അല്പം വെള്ളം പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. വെള്ളം പുരട്ടിയില്ല വെച്ചാൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു പുളിമുട്ടായി എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം, എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാവും, വായിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സാധനമാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് ഓർക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ് പുളിമുട്ടായി എന്ന് പറഞ്ഞു കൊടുക്കുക. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണുന്നതായിരിക്കും. ബൈ.